ഇവിടെ രണ്ട് സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് സന്ദേശങ്ങളാണ് ഈ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ രണ്ട് സന്ദേശങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, രാഷ്ട്രമാകട്ടെ, അതിന് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നവർക്ക് മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ, നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ കച്ചവടക്കാരുണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം കച്ചവടക്കാരുണ്ട്, വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളാണ്. ആ കടകളിൽ ജനത്തിന് ഏതാണോ ഇപ്പോൾ ആവശ്യം, ആവശ്യമുള്ള പ്രോഡക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആളുകൾ കയറി ചെല്ലുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ എന്ത് സാധനം പോയി ചോദിച്ചാലും അവിടെ കിട്ടൂല, അവിടെ ആ പഴയ കുറച്ച് സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അവിടുന്ന് അകന്നു പോകും. അപ്പോൾ ഒരു കട ലൈവായി നിൽക്കണമെങ്കിലും അവിടെ ജനത്തിന് ആവശ്യമുള്ള, അവർ ദാഹിക്കുന്ന ആ സംഗതികൾ അവിടെ ലഭ്യമാകുമ്പോൾ മാത്രമേ ഒരു കടക്ക്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അതേതും അങ്ങനെ, ഒരു കുടുംബമാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും എല്ലാം സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം എന്നതാണ്. അതുപോലെ തന്നെയാണ് മതസംഘടനകളും. ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന, അത് ജനത്തിന് അടിയന്തിരമായി ആവശ്യമുള്ള, അവരുടെ ആത്മീയപരമായ രംഗത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി നൽകാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇന്ന് സമൂഹത്തിന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. അത് ഞാൻ ഈ കോട്ടപ്പള്ളിയിൽ എന്നെ കേൾക്കുന്ന ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ മാത്രമല്ല, അതിന്റെ അനുഭാവികളോ അനുയായികളോ ഗുണകാംക്ഷികളോ ഒരു വേള അതിനെ എതിർക്കുന്നവർ വരെ ഉണ്ടെങ്കിലും അവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു രണ്ട് കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ. അതിലൊന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിർഭയത്വമില്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഭയവിഹ്വലമായി കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഭൗതിക വിഭവങ്ങൾ വേണ്ടുവോളം നമുക്കുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ധാരാളം ഭൗതിക വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തല നിരച്ച ആൾക്കാരുണ്ട്, വേദിയിലുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അവരോടൊന്ന് ചോദിച്ചു നോക്കി, നമ്മുടെ ഇടത്തനാട്ടുകരയുടെ പ്രദേശം കഴിഞ്ഞ കാലഘട്ടം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു കോട്ടപ്പള്ളിയിലെ അവസ്ഥ? എന്തായിരുന്നു എത്തീങ്കാനയിലെ അവസ്ഥ? എന്തായിരുന്നു പരിസര പ്രദേശങ്ങളിലെ അവസ്ഥ? അവരിപ്പോഴും പറയും. അതിന് സാക്ഷികളായ ആളുകളുണ്ട്. ഞാനൊന്നും അതിന് സാക്ഷിയായിട്ടില്ല, പക്ഷെ എൻ്റെ ഉപ്പയും വല്യപ്പയൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ അടുക്കലുണ്ട്. അതായത് പട്ടിണി കിടന്നിട്ട് മനുഷ്യന്മാര് കഴിക്കാൻ ഭക്ഷണമില്ലാതെ താളും തവരയും തിന്ന് ജീവിച്ച ഒരു കാലം അങ്ങ് ഏതെങ്കിലും ഒരു രാജ്യത്തല്ല, നമ്മുടെ ഇടത്തനാട്ടുകരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു അത്യാവശ്യം നെല്ല് ഉണ്ടാക്കുന്ന ഏതെങ്കിലും തറവാട് വീടുകളിൽ വലിയ ചെമ്പ് വെച്ച് അവിടെ കഞ്ഞി വെച്ച് ആ കഞ്ഞി കിട്ടുന്നതിന് വേണ്ടി ആ അടുത്തുള്ള വീടുകളിൽ ആളുകളൊക്കെ ഓടിക്കൂടി പാത്രങ്ങളും കൈപ്പിടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടത്തിന് ഇപ്പോഴും സാക്ഷികളായ ആളുകൾ ഈ സദസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, പട്ടിണി കൊണ്ട്, പ്രയാസം കൊണ്ടും. അതൊരു ഭാഗത്ത്. മറുഭാഗത്താകട്ടെ 921 കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷുകാരുടെ തേരോട്ടം നടന്ന ഒരു സംഭവമാണ്, ഒരു സ്ഥലങ്ങളാണ്, പ്രദേശങ്ങളാണ്. അത് ഏറനാട്, വള്ളുവനാട് ഭൂമി പ്രദേശങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കിയത്. അതിൽപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ ഇടത്തനാട്ടുകര പ്രദേശം. അതുകൊണ്ട് തന്നെ ആ ബ്രിട്ടീഷുകാരുടെ തേരോട്ടം കാരണം ഇവിടെ നിന്ന് നമ്മുടെ പിതാക്കന്മാർ ഒരുപാട് ആളുകൾ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് അവർ കുടിയേറി പാർത്തിട്ടുണ്ട്. അവിടെ മണ്ണാർക്കാടുണ്ട്, അവിടെ അലനല്ലൂരുണ്ട്, അവിടെ മേലാറ്റൂരുണ്ട്, അവിടെ ഇടത്തനാട്ടുകരയുണ്ട്. എന്തുകൊണ്ട് അന്തമാനിൽ ഈ നാട്ടിലുള്ള പ്രദേശങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവർ സുഖവാസത്തിന് പോയതല്ല. അവിടെ കാട് പിടിച്ച കിടക്കുന്ന പ്രദേശമായിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ട് നാട് കടത്തി വിട്ടതാണ്. അപ്പോഴുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ നോക്കൂ നിങ്ങൾ. അഥവാ ഭൗതികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും തകർന്ന് തരിപ്പണമായ ഒരു നാടായിരുന്നു നമ്മുടെ നാട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതിൽ നിന്ന് ഇപ്പോഴുള്ളൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഏത് വീട്ടിലാണ് പട്ടിണിയുള്ളത്? ഏത് വീട്ടിലാണ് ആ നിലക്കുള്ള പ്രശ്നങ്ങളുള്ളത്? പട്ടിണി ഇല്ല എന്ന് മാത്രമല്ല, ഇന്ന് ഭക്ഷണം കൂടുതലാണ്. ഓരോ വീടകങ്ങളിലും ആ വേസ്റ്റ് പാത്രത്തിലേക്ക് കൊണ്ടുപോയി തട്ടുന്ന ഭക്ഷണത്തിന്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇല്ലേ? ഹോട്ടലുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരാൾക്ക് കഴിക്കേണ്ട ഭക്ഷണമാണ് ആവശ്യമെങ്കിൽ 3 ആൾക്കുള്ളത് വാങ്ങിക്കൊണ്ടു പോകുന്നു, ബാക്കി വൃദ്ധാവിലാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ കാലം ഭൗതികമായി നമ്മളേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ആത്മീയമായി മനുഷ്യന്റെ അവസ്ഥ, അത് നമ്മുടെ നാട്ടിലാകട്ടെ അതുപോലെ തന്നെ
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാകട്ടെ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. WHO എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടനയുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതിന്റെ ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം 30 കോടിയിലധികം ആളുകൾ ഇന്ന് ലോകത്ത് ഡിപ്രഷന് വിധേയമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മാത്രവുമല്ല, ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം, ആഗോള സമാധാന സൂചിക പ്രകാരം കഴിഞ്ഞ 15 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ലോകത്ത് സമാധാനം, നിർഭയത്വം, സ്വസ്ഥത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതുപോലെ തന്നെ ലഹരിയുടെ കാര്യം പറയേണ്ടതില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരു സെക്കൻഡ് പിന്നിടുമ്പോൾ ഇവിടെ ഓരോ ആളുകൾ വീതം, അതായത് 40 സെക്കൻഡിൽ ഒരാൾ വീതം ഇവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. മാത്രവുമല്ല, മറ്റുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇന്റർനെറ്റും അതുപോലെയുള്ള സാമൂഹ്യ സൗകര്യങ്ങളും ഇൻഫർമേഷനും ഒക്കെ വർദ്ധിക്കുമ്പോഴും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈരുദ്ധ്യവും നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇത് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇവിടെയാണ് നിർഭയത്വത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ആ നിർഭയത്വം എന്തിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നറിയോ? മനുഷ്യന് ശരിയായ ജീവിത വീക്ഷണം നൽകുന്നതിലൂടെ മാത്രമേ ഉണ്ടാവൂ, ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ മാത്രമേ ഉണ്ടാവൂ. അതായത് ഈ ലോകം നശ്വരമാണ്, ഇതിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് ശരിക്ക് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ മനസ്സിലാക്കുകയും ആ അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ആളുകൾക്ക് സമാധാനവും നിർഭയത്വവും സ്വസ്ഥതയും ലോകത്തുണ്ടാവുകയുള്ളൂ. ഈ ഒരു നല്ല അങ്ങാടിയിലൂടെ ഒരു പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ടൊരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ 4 ഭാഗത്തുനിന്ന് വണ്ടികൾ വരുന്നുണ്ട്, ഓണടിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് ഒരു ബേജാറും ഉണ്ടാവില്ല. ഒരു വണ്ടി നേരെ വന്നാലും ഒരു ബേജാറും ഉണ്ടാവില്ല. കാരണം എന്താ? കുട്ടി അവന്റെ രക്ഷിതാവിന്റെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വാപ്പാന്റെ കൂടെയാണ് ഞാൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് എത്ര തിരക്കും വണ്ടിയും ബഹളവും എന്ത് അങ്ങാടിയിൽ കണ്ടാലും കുട്ടിക്ക് ഒരു പ്രശ്നമേ ആവൂല. എന്നാൽ ആ ഉപ്പയുടെ വിരലിൽ നിന്ന്, കയ്യിൽ നിന്ന് ആ കുട്ടി അങ്ങ് അകന്നു പോയി എന്ന് വിചാരിക്കുക. വാപ്പൊരു വഴിക്ക് തിരക്ക് കൂടി പോയി, കുട്ടി വേറെ വഴിക്കും പോയി. അതോടുകൂടി ആ കുട്ടിക്ക് പിന്നെ കേൾക്കണ ഹോണ് പേടിയാണ്, വണ്ടി കാണുന്നത് പേടിയാണ്, ആളുകളെ കാണുന്നത് പേടിയാണ്, തിരക്ക് പേടിയാണ്. നേരത്തെ ആ തിരക്ക് അവിടെ ഉണ്ട്, നേരത്തെയും വാഹനങ്ങൾ അവിടെ ഉണ്ട്, നേരത്തെയും ആൾക്കൂട്ടങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പൊ കുട്ടി എന്തേ പേടിക്കാൻ കാരണം? അവൻ ഇതുവരെ പിടിച്ചിരുന്ന കൈ വിട്ടുപോയിരിക്കുന്നു എന്നതാണ് അവന്റെ പ്രശ്നം. അതെ, മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. അവൻ ഒരു ചരടിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ ചരടെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മനുഷ്യന്റെ മാനവമോചനത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അതെ, ആ വിശുദ്ധ ഖുർആനാകുന്ന ആ കയറുണ്ടല്ലോ, ആ കയറ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ എത്രമേൽ കലുഷിതമാണെങ്കിലും നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. എന്നാൽ ആ ചരടിൽ നിന്ന്, ആ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ബന്ധം വിച്ഛേദിക്കുന്നതോടുകൂടി കാണുന്നതൊക്കെ പേടിയായിരിക്കും, കാണുന്നതൊക്കെ പ്രയാസമായിരിക്കും. അതാണ് ഇന്ന് നമ്മുടെ ആധുനിക സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തീരുമാനിച്ചു, ഈ ഒരു കലുഷിത കാലഘട്ടത്തിൽ നിർഭയത്വത്തിന്റെ നേർവഴി എന്താണ്, അത് സമൂഹത്തെ പഠിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ട് നിർഭയത്വം തൗഹീദിലൂടെ എന്ന ആ പ്രമേയം മുൻനിർത്തിക്കൊണ്ട് കേരളം ഒട്ടുക്കും ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ ഈ ഒരു അഹ്ലുസുന്നാദർശ പ്രയാണം ഇൻഷാ അല്ലാഹ് മെയ് 20 വരെ കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു വിഷയമാണെന്ത്? സോഷ്യൽ മീഡിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. 5 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളിൽ 40%-നും 50%-നും ഇടയിലുള്ള കുട്ടികൾ ഇന്ന് മൊബൈലിന് അടിമയാണ് എന്നത് ഔദ്യോഗികമായ കണക്കുകളാണ്. കനാൽ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്. അവർ ഈ അടുത്ത് പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം 34% കുട്ടികളും ഇന്ന് ഫോണിന്റെ ഉപയോഗ കാരണം ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്നുവെന്നാണ്. 14% കുട്ടികൾക്കും അതിൽ മെഡിക്കൽ സഹായം ആവശ്യമായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. 65% കുട്ടികളും ഇന്ന് ഉറക്കക്കുറവുണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. രാത്രി കാലങ്ങളിൽ ഗെയിം കളിച്ച് അതുപോലെ റീൽസുകൾ കണ്ട്
ആ ഒരു മൊബൈൽ സ്ക്രീനിൽ അടിമപ്പെട്ടുകൊണ്ട് അവർ അങ്ങേയറ്റത്ത് മാനസികാവസ്ഥയിലേക്ക് പോവുകയും ഉറക്കം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പകുതിയിലധികം കുട്ടികൾ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുവെന്ന കാര്യം പഠനരംഗത്തും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും അതുപോലെ തന്നെ ഒട്ടനവധി സുരക്ഷാ പ്രശ്നങ്ങളും വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായി ഇന്ന് മൊബൈൽ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഈ കോട്ടപ്പള്ളിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് രക്ഷിതാവിനാണ് രണ്ടഭിപ്രായമുള്ളത്? ഏത് ഉമ്മക്കാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്? ഏത് കുട്ടികൾക്കാണ് ഇത് സമ്മതിക്കാൻ കഴിയാത്തത്? എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കേരളം ഇന്റർനെറ്റ് സാക്ഷരതയിൽ മുന്നിലാണ് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് പ്രകാരം തന്നെ അതിനോടൊപ്പം പറഞ്ഞ ഒരു കാര്യം, സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് സംവിധാനം ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും കേരളം പിറകിലാകുന്നു എന്നാണ്. അതായത് ഇന്റർനെറ്റിൽ മുന്നിലാണ്, പക്ഷെ ഇന്റർനെറ്റിനെ ഉത്തരവാദിത്വ സ്വഭാവത്തോടുകൂടി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും കേരളത്തിന് അതിന് കാവൽ തേടാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതും നമ്മൾ നോക്കി നിൽക്കാൻ പറ്റുമോ? നോക്കി നിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു, ഭയവിഹ്വലമായ ഒരവസ്ഥയാണ്. അതിന് നിർഭയത്വത്തിന്റെ സന്ദേശം അവർ കൊടുക്കണം. മറ്റൊന്ന്, ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ആ അടിമത്വമാണ്, ഡിജിറ്റൽ അടിമത്വമാണ്. അതിനുള്ള പരിഹാരങ്ങൾ പ്രസംഗിച്ചാൽ പോരാ, അത് കൃത്യമായി സമൂഹത്തിന് മുന്നിൽ വരച്ച് കാണിക്കണം. അതിനുവേണ്ടിയാണ് വിസ്ഡം സ്റ്റുഡൻസ് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ട് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഈ ഘട്ടത്തിൽ ഇന്ന് സമൂഹം ദാഹിക്കുന്ന രണ്ട് വിഷയങ്ങളാണെന്ന കാര്യത്തിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? സുഹൃത്തുക്കളെ, അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ബഹുമാനായ ഫൈസൽ മൗലയുടെ പ്രഭാഷണത്തിൽ ഈ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഭാഗം കൃത്യമായി ഇവിടെ അവതരിപ്പിക്കും. ഈ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ആ വിഷയത്തിൽ എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, സമൂഹത്തിൽ ഓരോരുത്തരും ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നിങ്ങളെ കുട്ടികൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ, ആ ഫോൺ അവരിൽ നിന്ന് വാങ്ങിവെച്ചതിന്റെ പേരിൽ അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുവെങ്കിൽ, വീടിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടാൻ വെമ്പൽ കാണിക്കുന്നുവെങ്കിൽ, കുളത്തിൽ പോയി ചാടാൻ വെമ്പൽ കാണിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള അഗ്നിപർവ്വത സമാനമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഒരൊറ്റ മാർഗം ഞാൻ പറയാം. പീസ് റേഡിയോയിൽ കോഴ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഈ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ, കുടുംബത്തെ ഈ സോഷ്യൽ മീഡിയയുടെ കെടുതിയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് കരകയറ്റി കൊണ്ടുവരാം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇൻഷാ അല്ലാഹ് ലഭിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്യുക, അതിൽ എൻട്രി ചെയ്യുക എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിർഭയത്വം തൗഹീദിലൂടെ എന്ന വിഷയം സവിസ്തരം ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി ഇവിടെ പ്രസംഗിക്കും. അത് നിങ്ങൾ കേൾക്കണം. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ നാട്ടുകാരെ എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നവരാണ്. ഇനിയും നമുക്ക് സംസാരിക്കാം. നമ്മൾ ഫൈസൽ മൗലവിയുടെ പ്രഭാഷണമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി പ്രതീക്ഷിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് സമുദായം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം എന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൺഫ്യൂഷൻ നമ്മുടെ ഇടത്തനാട്ടുകരയിലും ഉണ്ട് എന്നത് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളും അതിനോട് യോജിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ആ കൺഫ്യൂഷൻ? ഒരു കൺഫ്യൂഷൻ എന്ന് നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ കയറി കൂടിയിട്ടുണ്ട്. അത് പണ്ടില്ലാത്തൊരു കൺഫ്യൂഷനാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ രണ്ട് കാഴ്ചപ്പാടുകൾ പൊതുവേ ഉണ്ട്. ഒന്ന്, മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കണം, ഏത് റൂട്ടിലായിരിക്കണം. അത് രണ്ട് വീക്ഷണമാണ് ലോകത്തുള്ളത്. ഒന്ന്, ഒരു ലിബറൽ വേൾഡ് ഓർഡറാണ്. അതായത് ഒരു സ്വതന്ത്രമായ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് അവനവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. അവരുടെ പോളിസി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകം ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു ജീവിതമൊന്നുമില്ല. അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അങ്ങനത്തെ ഒരു തീരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സന്തോഷിക്കേണ്ടതൊക്കെ ഇവിടുന്ന് സന്തോഷിക്കണം. അയാൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഇവിടുന്ന് നേടണം. അയാൾക്ക് ആരോടെങ്കിലും പ്രതികാരമുണ്ടെങ്കിൽ ആ പ്രതികാരം ഇവിടുന്ന് തന്നെ തീർക്കണം. അതായത് എല്ലാം ഇവിടെ നിന്ന് കിട്ടണം. അതുകൊണ്ടാണ് സാധാരണ നമ്മളെ ന്യൂ ജന്റെ അടുത്തൊരു പേര് വരാറുണ്ട്, വാക്ക് വരാറുണ്ട്, അടിച്ചു പൊളിക്കലേ. വരും നമുക്ക് അടിച്ചു പൊളിക്കല്ലേ. ഈ അടിച്ചു പൊളിക്കല്ലേ എന്നുള്ളൊരു വാക്ക് മൊത്തത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ ലോകം അടിച്ചു പൊളിക്കാനുള്ളതാണ്. കാരണം ഇത് ആർത്തുല്ലസിക്കാനുള്ളതാണ്. അങ്ങനെയുണ്ട് പൂത്തിരി കത്തുന്നത് പോലെ കത്തി അമരാനുള്ളതാണ്. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അവസാനം ഒരു കമ്പിത്തിരി ബാക്കിയായാൽ മതി
എന്ന കാഴ്ചപ്പാടിനെയാണ് ഒരു ലിബറൽ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. അതാണ് ഭൗതികതയിൽ അധിഷ്ഠിതമായ ജീവിത രീതി എന്ന് പറയുന്നത്. ഇതൊരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഒരു റിലീജിയസ് വേൾഡ് ഓർഡറിൽ ജീവിക്കുന്നവരാണ് മതവിശ്വാസികൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അവരുടെ കാഴ്ചപ്പാട് എന്താ? ഈ ലോകം എന്ന് പറഞ്ഞാൽ നശ്വരമാണ്, താൽക്കാലികമാണ്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണ്. മരണശേഷമാണ് ജീവിതം തുടങ്ങുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാര് സാധാരണ പറയാറുള്ളത് ആത്മഹത്യ എന്ന് പറയുന്നത് ഫൈനൽ എക്സിറ്റ് ആണ് എന്നാണ്. അഥവാ എല്ലാ പ്രശ്നത്തു നിന്നുള്ള ഒരു ഫൈനൽ എക്സിറ്റ്, അവസാനത്തെ മോചനമാണ് മരണം. ആണ് മരിച്ചാൽ പിന്നെ ഒക്കെ തീർന്നു എന്ന്. അതുകൊണ്ടാണ് വേഗം കയറെടുത്ത് തൂങ്ങുന്നതും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതും ട്രെയിനിന് തല വെക്കാൻ പോകുന്നതൊക്കെ ഈ ചിന്താഗതി കൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാട് എന്താ? മരണം എന്ന് പറയുന്നത് അവസാനമല്ല, മരണം ജീവിതത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ്. അഥവാ യഥാർത്ഥ ജീവിതം, മരണമില്ലാത്ത ജീവിതം, അത് നാളെ പരലോകത്താണ്. അവിടേക്കുള്ള തുടക്കമാണ് മരണം. മരിച്ച് കബറിലാണ് ഉണ്ടായി വെച്ചാൽ രണ്ടാമത് എന്ത് ചെയ്യും? പിന്നെ എഴുന്നേറ്റ് വരും, വിചാരണ ചെയ്യും. ആ വിചാരണ ഇവിടുത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ ലോകത്ത് അള്ളാഹു പറഞ്ഞ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ആരൊക്കെ ജീവിച്ചു, ആരൊക്കെ ജീവിച്ചില്ല, ആരൊക്കെയാണ് ഹറാമെന്ന് വിട്ടുനിന്നത്, ആരൊക്കെയാണ് ഷിർക്കെന്ന് വിട്ടുനിന്നത്, ആരൊക്കെ ബിദഅത്തിന് വിട്ടുനിന്നത് എന്ന് പരിശോധിച്ചിട്ടാണ് നാളെ പരലോകത്ത് സ്വർഗം തരിക. അപ്പൊ ആ സ്വർഗം കിട്ടണമെങ്കിൽ ഇവിടെ കുറച്ച് നിയന്ത്രിക്കണം. നമ്മള് വയനാടിന്റെ ചുരത്തുമെന്ന് ഇങ്ങനെ താഴേക്ക് കാർ ഓടിച്ചു പോരുമ്പോൾ പിന്നെ വളവുണ്ടാവും, തിരിവുണ്ടാവും, ഇറക്കുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചവിട്ടും അല്ലേ? സ്റ്റെയറിംഗ് കൊണ്ട് ആ സന്ദർഭത്തിൽ പിടിച്ച് തിരിക്കും. നന്നായി ശ്രദ്ധിച്ച് നിയന്ത്രിച്ചിട്ടാണ് ആ വണ്ടി ഇറക്കുക. അപ്പൊ കൂടെയുള്ള ആൾക്കാർ പറയണത്, എന്തിനാ ഈ ബ്രേക്ക്, എന്തിനാ ഈ സ്റ്റെയറിങ്, വെറുതെ എന്തിനാ അയമ പിടിച്ച് തിരിക്കണത്, എന്തിനാ ബ്രേക്ക് ചവിട്ടുന്നത്, ആണ് വിട്ടൂടെ? ആക്സിലേറ്റർ ചവിട്ടി നേരെ പോയാൽ താഴത്തേക്ക് വേഗം എത്തൂലേ? ഇതാണ് ലിബറൽ വാദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാട് എന്താ? ചവിട്ടണ്ടോടത്ത് ചവിട്ടണം, തിരിക്കണ്ടോടത്ത് തിരിക്കണം, ഹോൺ അടിക്കണ്ടോടത്ത് ഹോൺ അടിക്കണം. അതുപോലെ തന്നെ റോഡിലെ നിയമങ്ങൾ പാലിക്കണം. എന്തിനു വേണ്ടി? താഴേക്ക് സുരക്ഷിതമായിട്ടെത്താൻ. രണ്ടു കൂട്ടരും താഴേക്കെത്താനാ പോണത്. ഒരു കൂട്ടർ താഴേക്ക് വേഗം എത്താൻ എന്ത് ചെയ്യാ? മൊത്തം ആക്സിലേറ്ററിന് കൊടുത്താൽ മതി, നേരെ സ്റ്റെയറിംഗിനെ പിടിച്ച് നേരെ അപ്പുറത്തേക്ക് പോയി പോകും. പക്ഷെ അവിടെ തടി എടുക്കാണ്ടാവില്ല. ഇവിടെ എന്ത് ചെയ്യും? താഴേക്ക് നമ്മൾ എത്തും, സുരക്ഷിതമായിട്ട് എത്തും, നമുക്ക് അവിടെ കാര്യമായിട്ട് ജീവിക്കാം. എത്ര ക്ലിയറാ വിഷയം നോക്കി നിങ്ങൾ. അപ്പൊ ഇതാണ് ഒരു റിലീജിയസ് ഓർഡറിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാട്. ഇതാണ് നമുക്ക് മതം നൽകുന്ന സമാധാനം, നിർഭയത്വം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് തോണിയിലും കാലിട്ട് ജീവിക്കുന്ന സ്വഭാവമാണ് ഇന്ന് പുതിയ ജനറേഷനിലുള്ളത്. അവർ മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ മുസ്ലിമാണ്, അതിൻ്റെ എല്ലാ വിശ്വാസമുണ്ട്, പള്ളിയിൽ പോവും, ജുമഴക്ക് പോവും, അതുപോലെ പള്ളി നിസ്കരിക്കാൻ പോവുകയൊക്കെ ചെയ്യും. എന്നാൽ മറ്റൊരു സന്ദർഭത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇസ്ലാമികമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യും. ഇസ്ലാം വിലക്കിയ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നാട്ടിൽ ഇളകിയുള്ളൊരു പരിപാടിയാണ് എന്ത്? ഈ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള DJ പാർട്ടികളും DJ ഡാൻസുകളും പരിപാടികളും ഒക്കെ. ഞാൻ അത് തന്നെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിലൂടെയാണ് എല്ലാവിധ നിയന്ത്രണങ്ങളെയും ഭേദിച്ചുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും സംഗമ ഭൂമിയാണത്. അതിന് അധികം തെളിവുകൾ നിരത്തേണ്ടതില്ല. അതിൽ ആടും പാടും ചെയ്യുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ നോക്കുകൊണ്ടു. നന്നായി മദ്യപിച്ച് ലഹരി ഉപയോഗിച്ചിട്ടല്ലാതെ മണിക്കൂറുകൾ നിന്നുകൊണ്ട് അങ്ങനെ ചാടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചെറിയ സ്പാർക്ക് ഉണ്ടാകുമ്പോഴേക്കും ഉന്തും തള്ളും ഉണ്ടായി അവസാനം കൊലപാതകത്തിൽ അത് കലാശിക്കുന്നത്. താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നത് ഇതുപോലെയുള്ള ഒരു ഡാൻസ് പരിപാടിക്കിടെ ഉണ്ടായ വാക്കേറ്റങ്ങളാണ്. എത്ര സംഭവങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് ഈ ലഹരിയിലേക്ക് കൂട്ടത്തോടുകൂടി കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വ്യഭിചാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും തമ്മിൽ അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒക്കെ സംഗമ ഭൂമിയാണിത്. ഇത് ഇന്ന് എവിടെയൊക്കെ ഉണ്ട്. എന്ത് പരിപാടി ഉണ്ടായാലും അവസാനം അതാണ് സംഭവിക്കുന്നത്. അതിലെല്ലാവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾക്ക് ചില നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട്. എന്താ നിയമവും നിബന്ധന എന്ന് പറയുന്നത്? അവര് അന്യ പുരുഷന്മാരുമായി കൂടിക്കലരാൻ പാടില്ല, അന്യ പുരുഷന്മാരെ സ്പർശിക്കാൻ പാടില്ല, വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധം പാടില്ല. ഇത് ഇസ്ലാമിന്റെ കൃത്യമായ വരകളാണ്, കാഴ്ചപ്പാടുകളാണ്. പക്ഷേ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ അതിരാവിലെ പോണ സമയത്ത് മദ്രസയിലേക്ക് പോകുന്ന കുറെ കുട്ടികളെ കണ്ടു. അവര് പർദ്ദ ഇട്ടിട്ടുണ്ട്, ചില കുട്ടികൾ ഹിജാബ് ഇട്ടിട്ടുണ്ട്, കൂട്ടമായിട്ട് ഇങ്ങനെ നടന്നു പോകണം. ഇരുട്ടത്ത് നടക്കുമ്പോൾ കാണുന്നില്ല. എന്തൊരു ഭംഗിയാണ്, എന്തൊരവസ്ഥയാണ്. എന്നാൽ അതേ കുട്ടികൾ തന്നെ 10 മണി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോഴോ ഈ സാധനങ്ങളൊക്കെ തുറന്നിട്ടിട്ട് വേറൊരു സ്വഭാവത്തിലാണ് പോണത്. അവര് വേറെ സ്വഭാവത്തിലാണ് പോണത് അല്ലെ? അപ്പൊ ബൊഫേ സിസ്റ്റമാണ് ഇപ്പോൾ.
ബൊഫേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ പച്ചക്കറി ഉണ്ടാവും, അവിടെ മട്ടൺ ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, പല സാധനം ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള എടുക്കാം. അതേപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം വേണ്ടവർക്ക് നിസ്കാരം എടുക്കുക, ജുമാ വേണ്ടവർക്ക് അത് എടുക്കുക, ഇനി അതിൽ തന്നെ പെട്ട ആളുകൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി വേണമെങ്കിൽ അത് എടുക്കുക. അങ്ങനെ സെലിബ്രിറ്റികൾ, ഇന്ന് മുസ്ലിം നാമമുള്ള സെലിബ്രിറ്റികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ ആട്ടവും പാട്ടും പരിപാടിയും റീൽസും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് ഇസ്ലാമികമല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യും. പെൺകുട്ടികളെ കുട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അതേപോലെ തന്നെ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ പറയുമാവൂ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, എന്തോ സാറ് അല്ലേ. ഇത് മോരും മുതലയും വെച്ച പോലെ കുറെ ദീനിയായ കാര്യങ്ങൾ പറയാം, അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ പരിപാടികൾ പറയാം. എന്നിട്ടോ ഒരു ഭാഗത്ത് ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം സിനിമാ തിയേറ്ററിൽ പോയിരിക്കുന്നതും, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ അരചുറ്റി പിടിച്ചുകൊണ്ട് വട്ടം കറക്കുന്നതും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഗംഭീരമായിട്ട് കൊടുക്കും. എന്നിട്ട് തൊട്ടിപ്പുറത്ത് വേറെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ എന്ത് കൊടുക്കും? ഓൻ പള്ളിയിൽ പോയും തൊപ്പിട്ടുങ്ങാണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണ ചിഹ്നം, ഭയങ്കര ഭക്തി അല്ലേ, അതേ ആളെന്നെ. അപ്പൊ എന്താ അതൊക്കെ സംഭവം എന്ന് ചോദിച്ചു, ഒരു കളിയാക്കണ പരിപാടി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൺഫ്യൂഷൻ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വേൾഡ് ലിബറൽ ഓർഡറിൽ പോകണോ അതോ മതപരമായ രീതിയിൽ ജീവിക്കണോ എന്ന കൺഫ്യൂഷൻ ഇന്ന് ലോകത്തുണ്ട്. ആ കൺഫ്യൂഷൻ നമ്മുടെ ഇടത്തനാട്ടുകരയിലേക്കും കടന്നു വരുന്നതിന്റെ ഒട്ടനവധി ലക്ഷണങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോട്ടപ്പള്ള അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് വെച്ചുകൊണ്ട് ഞാനത് ഉറക്കെ പറയുന്നത്. ഇത് പറയുന്നത് എല്ലാവർക്കും രുചിച്ചു കൊള്ളണമെന്നില്ല, രസിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും രുചിക്കുന്ന ഒരു സമയം വരാനുണ്ട്. സ്വന്തം കുട്ടി, സ്വന്തം മകള് അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ, അവൾ ആത്മഹത്യ ഭീഷണി മുഴക്കുമ്പോൾ, അതുപോലെ തന്നെ മക്കൾ മൊബൈലിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് തിരിച്ചു വരാൻ കഴിയാതെ വരുമ്പോൾ, സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ, അതൊക്കെ ലിബറൽ വേൾഡ് ഓർഡറിന്റെ കീഴിൽ ഈ റീൽസിന്റെ പിന്നാലെ ഒഴുകുമ്പോൾ സമുദായത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളാണ്. ഈ അപജയങ്ങളെ പിടിച്ചു കെട്ടാൻ നമ്മൾ രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഒന്നുകിൽ നമ്മൾ മതപരമായി ജീവിക്കണം, അതല്ല എങ്കിൽ ഈ മതം താനെ വിട്ട് ഞാൻ ഇത് വിട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് മറ്റൊരു ഓർഡറിൽ ജീവിച്ചു പോകണം. ഈ മോരും മുതലയും വെച്ച രീതിയിൽ രണ്ടും മുശക്കലായി കൊണ്ടുപോകുന്ന ആ ഒരു രീതി ഏറ്റവും വലിയ അബദ്ധത്തിലേക്കാണ് എത്തുക. ചില ആളുകൾ അതൊക്കെ ഭയങ്കര രസമാണ്, ഹരാണ്, പിന്നെ അടിച്ചു പൊളിക്കലാണെന്നൊക്കെ പറയും. ഇതൊക്കെ പുരോഗമനമാണ്. ഈ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ലോകം തിരിയില്ല, അവർക്ക് കാലം തിരിയില്ല എന്നായിരിക്കും പറയാ. നിങ്ങൾ ഒന്ന് എഴുതി വെച്ചോ, എത്ര ലോകം തിരിയില്ല എന്ന് പറഞ്ഞാലും ഈ ഭൗതികതയുടെ പിന്നാലെ പാഞ്ഞാൽ എവിടേക്ക് എത്തുള്ളൂ അറിയോ? 21ാം നൂറ്റാണ്ടിലേക്കോ 31ാം നൂറ്റാണ്ടിലേക്കോ അല്ല എത്തുന്നത്, നേരെ റിവേഴ്സ് ഗിയറിലാണ് പോകുന്നത്. ഏത് കാലഘട്ടത്തിലേക്ക് എത്തുമെന്നോ ആ കാട്ടറബികളുടെ കാലഘട്ടത്തിലേക്ക്, 6ാം നൂറ്റാണ്ടിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിലേക്ക്. അവിടേക്കാണ് എല്ലാവരും പുരോഗമിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ആളുകളെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരികയാണ്. എന്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്നത് 3 സാധനമാണ്. 3 സാധനം, 3 W. 1 വാർ, 2 വൈൻ, 3 വിമൺ. 1 യുദ്ധം, അതേപോലെ തന്നെ പെണ്ണ്, മറ്റൊന്ന് ലഹരി. ഇതന്നെയല്ലേ ഇന്ന് ഈ കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താ DJ പാർട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താ കോളേജുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? പുകയിട്ട റൂമുകളിലേക്ക്, ട്യൂഷൻ സെന്ററുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയി ആണിനെയും പെണ്ണിനെയും കടത്തിക്കൊണ്ടുപോയി അവിടെ മ്യൂസിക് ഇട്ട് ചാടുമ്പോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ 3 W അല്ലാതെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് തന്നെയല്ലേ ഇന്ന് ലോകത്ത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെ ഇന്ന് എല്ലാവരെയും കടന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന് ഒട്ടനവധി തെളിവുണ്ട്. നിങ്ങൾക്കറിയാം, എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. 2024 ലോകത്ത് പുറത്തു വന്നൊരു ഫയലാണ്. അതായത് ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ഏകദേശം 70 മുതൽ 75 കിലോമീറ്റർ ഏക്കർ വരെ പരന്നു കിടക്കുന്ന ഒരു കരീബിയൻ കടലിലെ ഒരു ദ്വീപാണ്. അവിടെ എപ്സ്റ്റീൻ എന്ന് പറയുന്ന, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ദ്വീപ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അവിടെ മദ്യവും പെൺകുട്ടികളും, പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും, അങ്ങനെ പീഡോഫീലിയക്ക് അഥവാ ശിശു പീഡനത്തിന് പറ്റുന്ന രീതിയിൽ അടക്കം ഏത് ലോകത്തെ സുന്ദരികളെയും കാഴ്ചവെക്കാവുന്ന രീതിയിൽ അവിടെ ഒരു സുഖവാസ കേന്ദ്രം ഉണ്ടാക്കി. എന്നിട്ട് അവിടേക്ക് പോണതാരാ? ലോകത്തറിയപ്പെടുന്ന ആളുകൾ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ പേരതിലുണ്ട്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരതിലുണ്ട്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ രാജകുമാരന്മാരുടെ പേരതിലുണ്ട്. വിഖ്യാത ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പേരുണ്ട്.
ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ പേര്. അവരൊക്കെ കുറ്റക്കാരാണോ എന്നത് വേറെ കാര്യം. പക്ഷെ ആ ദ്വീപിൽ അവർ പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തു നിന്നും ഉത്തരവാദപ്പെട്ടവർ പോയിട്ടുണ്ട്. എന്താ മനസ്സിലാക്കുന്നത്? ഒരു ഭാഗത്ത് സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാവരും മാന്യന്മാരാണ്, എന്നാൽ തങ്ങൾക്ക് കള്ള് കുടിക്കാൻ, തങ്ങൾക്ക് പിടിക്കാൻ, തങ്ങൾക്ക് വേണ്ടാത്തരം ചെയ്യാൻ അതിനുവേണ്ടി ഒരു ദ്വീപുണ്ടാക്കി അവിടെ സുഖവാസ കേന്ദ്രമായി നടക്കുകയായിരുന്നു. അവിടെ അത് റെക്കോർഡ് ചെയ്ത അതിന്റെ ഫയലുകളാണ് ഇപ്പോൾ കോടതി പുറത്തുവിട്ടത്. അപ്പോഴാണ് എല്ലാവരുടെയും മുഖം സമൂഹത്തിൽ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടത്. അപ്പൊ ഇതിന് എന്താ മനസ്സിലാകുന്നത്? ലോകം പുരോഗമിക്കുന്നു എന്ന് വെറുതെ പറയാണ്. ആ പുരോഗമിക്കുന്നത് ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ആ സമൂഹത്തെ തിരിച്ചു വിളിക്കാൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വജ്രായുധം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനായിരുന്നു. അതുപോലെ തന്നെ തിരു ഹദീസുകളായിരുന്നു. അതുകൊണ്ട് മാത്രമേ ഈ ആധുനിക ലോകത്തുള്ള ഈ ചളി ഇത് വൈറ്റ് വാഷ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞല്ലോ, ലൻ യുസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വലഹാ. ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ പിൽക്കാലക്കാരും നന്നാവുകയുള്ളൂ എന്നാണ് ഇമാം മാലിക് പറഞ്ഞിരിക്കുന്നത്. അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മദ്യത്തിലും മദിരാശിയിലും കഴിഞ്ഞുകൂടിയിരുന്ന സമൂഹത്തെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ആ വിശുദ്ധ ഖുർആൻ ഒരു മാറ്റവുമില്ലാതെ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആധുനിക ലോകത്തിന്റെ ഈ ഒരു ജീർണമായ അവസ്ഥയെ തുടച്ചു കളയാൻ നമുക്ക് കഴിയുകയുള്ളൂ. അവർ ഭയപ്പാടിലേക്ക് പോകുമ്പോൾ അവരെ നിർഭയത്വത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ഈ വിശുദ്ധ ഖുർആനും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ട് ഉള്ള ഒരു പടയോട്ടമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ആദർശ പ്രയാണത്തിലൂടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം നിങ്ങൾ ചേരുക. എന്തിനു വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ഈ ദാറുൽ ഖുർആൻ ഒരു വെളിപ്പാടകലയുണ്ട്. അവിടെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ അവിടെയുള്ള അറബിക് കോളേജിൽ നിങ്ങൾക്ക് ചേർക്കാം. ഈ പാതയിലൂടെ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരാം. അവിടെ പ്രീ സ്കൂളുകളുണ്ട്, അവിടെ സ്കൂൾ ഓഫ് ഖുർആൻ ഉണ്ട്, അവിടെ മദ്രസയുണ്ട്, അവിടെ വിവിധങ്ങളായ ഹിഫ്ള് സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ, ശരിയായ കാഴ്ചപ്പാടിൽ കുട്ടികളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയാണ്. ജാമിയ അൽ ഹിന്ദ് അതിനുവേണ്ടിയുള്ള സ്ഥാപനമാണ്. അതിലേക്ക് അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പീസ് റേഡിയോ സംവിധാനങ്ങളുണ്ട്, അതുപോലെയുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ. അതിനോടൊപ്പം ഇതിന്റെ പ്രസിദ്ധീകരണമായ നേർപ്പദം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രോഗ്രാമുകളും പദ്ധതികളും. ഇതിനോടൊപ്പം സുഹൃത്തുക്കളെ യാത്രയാവുക. നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു പിടിക്കാം, നമ്മുടെ കുടുംബത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം. അത് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനായ ഫൈസൽ മൗലവിയുടെ ഈ നിർഭയത്വം തൗഹീദിലൂടെ എന്ന വിഷയം സമഗ്രമായി ഇൻഷാ അല്ലാഹ് 9:30 നമ്മുടെ പ്രോഗ്രാം അവസാനിക്കും. അതുവരെ നിങ്ങൾ അത് പൂർണ്ണമായി കേൾക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.